കേരളത്തിലെ രാഷ്ട്രീയമെന്നു പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര സംഭവബഹുലമാണല്ലോ അല്ലേ? മുന്നണികൾ മാറുന്നു, സർക്കാരുകൾ വീഴുന്നു, കാലാവധി പൂർത്തിയാക്കാത്ത മന്ത്രിസഭകൾ, ഇതൊക്കെ നമുക്ക് നല്ല ശീലമാണ്. പക്ഷേ ഇതിനിടയിലും വേറിട്ട് നിൽക്കുന്ന ഒരധ്യായമുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ സ്വന്തമായി ഒരിടം കണ്ടെത്തിയ ഒരു ഭരണകാലത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. 6 വർഷത്തിൽ കൂടുതൽ. ഒന്നാലോചിച്ചു നോക്കൂ, കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതൊരു ചെറിയ കാലയളവല്ല. ഈ ഒരു സംഖ്യ തന്നെയാണ് ഈ ഭരണത്തെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലെ ഒരു ചോദ്യം വരും, അല്ലേ? ഇതിനു മുൻപോ ശേഷമോ ഏതെങ്കിലും ഒരു മന്ത്രിസഭ ഇത്രയും നീണ്ടകാലം ഭരണം നിലനിർത്തിയിട്ടുണ്ടോ? ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. ശരി, അപ്പം നമുക്ക് ആ കഥയിലേക്ക് വരാം. നമ്മൾ സംസാരിക്കുന്നത് സി അച്യുതമേനോന്റെ നേതൃത്വത്തിൽ 1970 മുതൽ 1977 വരെ കേരളം ഭരിച്ച മന്ത്രിസഭയെക്കുറിച്ചാണ്. 1970-ലെ കേരളം എന്നു പറയുന്നത് രാഷ്ട്രീയമായി അത്ര സ്ഥിരതയില്ലാത്തൊരു കാലഘട്ടത്തിന് ശേഷമാണ് ഒരു പുതിയ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒരു ചെറിയ രാഷ്ട്രപതി ഭരണമൊക്കെ കഴിഞ്ഞാണ് ആ ഇലക്ഷൻ വരുന്നത്. അതുകൊണ്ടുതന്നെ സ്ഥിരതയുള്ള ഒരു സർക്കാർ എന്നത് അക്കാലത്ത് എല്ലാവരും ആഗ്രഹിച്ചിരുന്നൊരു കാര്യമായിരുന്നു. ഈ ഭരണകൂടത്തിന്റെ അടിത്തറ തന്നെ വളരെ സവിശേഷമായ ഒരു രാഷ്ട്രീയ സഖ്യമായിരുന്നു. എങ്ങനെയാണ് ഈ മുന്നണി രൂപപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നോക്കൂ, 1970-ലെ ആ തെരഞ്ഞെടുപ്പിൽ CPI, കോൺഗ്രസ്, RSP, മുസ്ലിം ലീഗ്, പിന്നെ കേരള കോൺഗ്രസ്, ഈ 5 പ്രധാന പാർട്ടികളും ചേർന്ന് ഒരു മുന്നണിയായിട്ടാണ് മത്സരിച്ചത്. ആ സഖ്യത്തിന് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടി. അങ്ങനെ സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി. പുതിയൊരു മന്ത്രിസഭ അധികാരത്തിൽ വന്നു. പക്ഷേ ഈ സർക്കാരിന് വേറൊരു രസകരമായ പ്രത്യേകതയുണ്ടായിരുന്നു. അതിന്റെ ഘടനയുണ്ടല്ലോ, അത് കാലം പോകും തോറും ഇങ്ങനെ വികസിച്ചു വന്ന ഒന്നാണ്. ഒരുപക്ഷെ ഈ ഘട്ടം ഘട്ടമായ വളർച്ച തന്നെയാണ് അതിന്റെ സ്ഥിരതയുടെ ഒരു പ്രധാന കാരണവും. അതായത് തുടക്കത്തില് മുന്നണിയിലെ പ്രധാനികളായ കോൺഗ്രസും കേരള കോൺഗ്രസും മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നില്ല. അവര് സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുകയായിരുന്നു. ഇത് ശരിക്കും അധികാര പങ്കുവെക്കലിന്റെ ഒരു പ്രത്യേക മോഡല് തന്നെയായിരുന്നു. എന്നാൽ ഈ പുറത്തുനിന്നുള്ള പിന്തുണ അധികകാലം വേണ്ടിവന്നില്ല. 1971 സെപ്റ്റംബർ ആയപ്പോഴേക്കും കോൺഗ്രസ് ഔദ്യോഗികമായി മന്ത്രിസഭയുടെ ഭാഗമായി. പിന്നെയും ഒരു 4 വർഷം കഴിഞ്ഞു 1975 ഡിസംബറിൽ കേരള കോൺഗ്രസും മന്ത്രിസഭയിൽ ചേർന്നു. ഈ മാറ്റങ്ങളോടെ മുന്നണി സർക്കാർ കൂടുതൽ ശക്തമായി, കൂടുതൽ ഭദ്രമായി. പക്ഷേ ഈ ഭരണകാലത്തിന്റെ കഥ പൂർണ്ണമാകണമെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിലൊന്നായ അടിയന്തരാവസ്ഥയെക്കുറിച്ച് നമ്മൾക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. അതെ, അച്യുതമേനോൻ മന്ത്രിസഭ കൈവരിച്ച ചരിത്രപരമായ നേട്ടങ്ങൾക്ക് മുകളിൽ അടിയന്തരാവസ്ഥയുടെ ഒരു വലിയ കരിനിഴൽ വീണുകിടക്കുന്നുണ്ട്. ആ കാലഘട്ടമാണ് ഈ ഭരണത്തിന്റെ പൈതൃകത്തെ ഇത്രയധികം സങ്കീർണമാക്കുന്നത്. ഇവിടെയാണ് ഈ മന്ത്രിസഭയുടെ ചരിത്രത്തിലെ ആ വലിയ വൈരുദ്ധ്യം വ്യക്തമാകുന്നത്. ഒരു വശത്ത് 5 വർഷം പൂർത്തിയാക്കി കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ എന്ന ചരിത്ര നേട്ടം, മറുവശത്ത് അടിയന്തരാവസ്ഥയെ തുടർന്ന് നിയമസഭയുടെ കാലാവധി 3 തവണ നീട്ടിക്കൊടുത്തതുകൊണ്ടാണ് ഈ നേട്ടം സാധ്യമായത് എന്ന യാഥാർത്ഥ്യം. അങ്ങനെ 6 മാസം വീതം കാലാവധി നീട്ടിയാണ് അച്യുതമേനോൻ മന്ത്രിസഭയുടെ ഭരണം 6 വർഷത്തിലേറെയായത്. ഇത് കേരള രാഷ്ട്രീയത്തിലെ ഒരു റെക്കോർഡായി മാറുകയും ചെയ്തു. അടിയന്തരാവസ്ഥയുടെ ആ ഇരുണ്ട കാലത്ത് ഈ സർക്കാരിന്റെ പേരിൽ ഏറ്റവും വലിയ കളങ്കമുണ്ടാക്കിയ ഒരു സംഭവമുണ്ടായി. കേരളത്തിന്റെ മനസാക്ഷിയെ തന്നെ പിടിച്ചുലച്ച രാജൻ കേസ്. എന്താണ് സംഭവിച്ചത്? കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലൊരു വിദ്യാർത്ഥിയായിരുന്നു രാജൻ. അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പക്ഷെ പിന്നീട് രാജന് എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും ഒരു വിവരവും കിട്ടിയില്ല. മകനെ കാണാതായപ്പോൾ രാജന്റെ അച്ഛൻ പ്രൊഫസർ ഈച്ചര വാര്യർ നേരെ കോടതിയെ സമീപിച്ചു. അദ്ദേഹം ഫയൽ ചെയ്തത് ഒരു ഹേബിയസ് കോർപ്പസ് ഹർജിയായിരുന്നു. വളരെ ലളിതമായി പറഞ്ഞാൽ, നിയമവിരുദ്ധമായി തടവിൽ വെച്ച ഒരു വ്യക്തിയെ കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നിയമമാർഗം. ഈ ഒരൊറ്റ കേസ് മതിയായിരുന്നു ആ മന്ത്രിസഭയുടെ പ്രതിച്ഛായയ്ക്ക് വലിയൊരു മങ്ങലേൽപ്പിക്കാൻ. പ്രത്യേകിച്ച് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അതൊരു മായാത്ത കരിനിഴല് വീഴ്ത്തി. അപ്പോ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ അച്യുതമേനോൻ മന്ത്രിസഭയുടെ പൈതൃകമെന്താണ്? അത് ശരിക്കും 2 മുഖങ്ങളുള്ള ഒന്നാണ്. ഒരു വശത്ത് രാഷ്ട്രീയ സ്ഥിരതയുടെയും കാലാവധി പൂർത്തിയാക്കിയ ആദ്യ സർക്കാരിന്റെയും ചരിത്രനേട്ടം, മറുവശത്ത് അടിയന്തരാവസ്ഥയുടെയും രാജൻ കേസിന്റെയും മായാത്ത കളങ്കങ്ങൾ.
ഇത് നമ്മളെ വളരെ പ്രസക്തമായൊരു ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഒരു ഭരണകൂടത്തിന്റെ ചരിത്രത്തെ നിർവചിക്കുന്നത് അതിന്റെ നേട്ടങ്ങളാണോ അതോ അതിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളാണോ? ഇതിന്റെ ഉത്തരം ഒരുപക്ഷെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളെ ആശ്രയിച്ചിരിക്കും, അല്ലേ?